ഇന്ന് നമുക്ക് ലെറ്റർ ഐ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യാം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിലെ മെയിൻ താരം ഈ കാണുന്ന ടിഷ്യൂ പേപ്പറാണ്. ഇതിനെ നാലാക്കി മടക്കി നമ്മളൊരു ചെറിയ പീസ് നീളത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ ഫ്രില്ലിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ഏകദേശം അതുപോലെയാണ് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിനെ മടക്കിയെടുക്കാൻ പോണത്. അപ്പോൾ ആദ്യം പശ തേക്കുക, എന്നിട്ടൊരു ഫോൾഡാക്കി മടക്കി ഒട്ടിക്കുക, വീണ്ടും പശ തേക്കുക, എന്നിട്ട് വീണ്ടും അതിനെ മടക്കുക, വീണ്ടും പശ തേക്കുക, വീണ്ടും മടക്കി ഒട്ടിക്കുക. അപ്പോൾ ഇതായി കാണുന്ന പോലെ ഫ്രില്ല് പോലെ ഒരു സ്ട്രക്ചർ കിട്ടും. ഇനി നമുക്ക് ഇതിനെ കുറച്ചും കൂടെ ഒന്ന് കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്രൈലിക് പെയിന്റ് ഉണ്ടല്ലോ, അതിനൊന്ന് വെള്ളത്തിൽ കലക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്രില്ല് ഡയറക്റ്റ് ഈ അക്രൈലിക് സൊല്യൂഷൻ ഉണ്ടല്ലോ അതിലേക്ക് മുക്കി കൊടുത്തു കഴിഞ്ഞാൽ ടിഷ്യൂ ഒന്നാകെ ആ കളർ മൊത്തം വലിച്ചു കുടിക്കും. എനിക്ക് അത്രയും വേണ്ട, ആ ഫ്രില്ലിന്റെ ഏറ്റവും അടിയിലുള്ള പോർഷനിൽ മാത്രം കളറായി കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ പെയിന്റ് ബ്രഷ് ഈ സൊല്യൂഷനിൽ മുക്കിയിട്ട് ഫ്രില്ലിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഭാഗത്ത് മാത്രമായിട്ട് ടിഷ്യൂ പേപ്പർ ആ കളർ സൊല്യൂഷൻ വലിച്ചെടുത്തോളും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ ഫ്രില്ലിലും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിസ്ക് ഉള്ള പരിപാടികളൊന്നുമില്ല. നമ്മൾ ഐ എന്ന് പറയുന്ന ലെറ്റർ ഫോണ്ടിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട.